കല്ലട ജലസേചന പദ്ധതി 1986-ൽ പൂർത്തിയായതാണ്. സർക്കാരുകൾ മാറി മാറി വന്നു. പക്ഷേ ഇപ്പോഴും അത് നിർമ്മിച്ച കോൺട്രാക്ടർമാർക്ക് കൊടുക്കാനുള്ളത് കോടികളാണ്. പിഴയും പലിശയും അടക്കം വർഷങ്ങൾക്ക് മുൻപ് ആർബിട്രേഷനിൽ തീർപ്പാക്കിയ തുകയുൾപ്പെടെ പെൻഡിങ്ങാണ്. ആർബിട്രേഷൻ ഉത്തരവുകൾ സർക്കാരിന് അസാധുവാക്കാനാവില്ലെന്ന സുപ്രീം കോടതി ഉത്തരവ് കീറാമുട്ടിയായതോടെ മറ്റു പദ്ധതികളെയും ബാധിക്കുമെന്ന ആശങ്കയിലാണ് ജലസേചന വകുപ്പ്. ആർബിട്രേഷനിൽ തീർപ്പാക്കിയ തുക നൽകുന്നത് ഒഴിവാക്കാൻ സർക്കാർ 1998-ൽ നിയമം പാസാക്കിയിരുന്നു. അത് ജുഡീഷ്യൽ അധികാരത്തിലുള്ള കടന്നുകയറ്റമാണെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ആ നിയമം അസാധുവാക്കി. കല്ലട ഉൾപ്പെടെ വിവിധ പദ്ധതികളുടെ കരാറുകാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക പലിശയടക്കം ഭീമമായ തുക ആയതോടെയാണ് ആർബിട്രേഷൻ ഉത്തരവുകൾ പുനഃപരിശോധിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന നിയമം പാസാക്കിയത്. അത് സുപ്രീം കോടതി അസാധുവാക്കിയതോടെ കുടിശ്ശിക കൊടുത്തു തീർക്കേണ്ട ബാധ്യതയിലായി ജലസേചന വകുപ്പ്. ആർബിട്രേഷൻ തീരുമാനം നടപ്പാക്കിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കരാറുകാർ കോടതിയെ സമീപിക്കുന്നതും സർക്കാരിന് തലവേദനയാണ്. ഈ കേസിലെ ഉത്തരവുകൾ മറ്റു പദ്ധതികളിലും ബാധകമാകുമോ എന്ന കാര്യത്തിൽ ജലസേന വകുപ്പ് നിയമോപദേശം തേടിയിരിക്കുകയാണ്. സർക്കാരും കരാറുകാരും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ഇരു കക്ഷികളും സമ്മതിച്ചാണ് കോടതിയുടെ അനുമതിയോടെ ആർബിട്രേറ്ററെ നിയോഗിച്ച് ഒത്തുതീർപ്പിലെത്തുന്നത്. അതിനാൽ തീരുമാനം പിന്നീട് കോടതിയിൽ ചോദ്യം ചെയ്താലും ഫലമില്ല. ഇതേ തുടർന്നാണ് ആർബിട്രേറ്ററുടെ ഉത്തരവ് മറികടക്കാൻ നിയമം കൊണ്ടുവന്നത്. അത് ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും തള്ളിക്കളഞ്ഞു. ലോകബാങ്കിൻ്റെ സഹായത്തോടെ 1961-ലാണ് കല്ലട പദ്ധതി നിർമ്മാണം ആരംഭിച്ചത്. പദ്ധതിക്ക് ഇതുവരെ 800 കോടിയിലധികം രൂപ ചെലവായി. എന്നിട്ടും പലയിടത്തും പണികൾ പൂർത്തിയായിട്ടില്ല. പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുത്ത സ്ഥലങ്ങളും കെട്ടിടങ്ങളും കണ്ണായ സ്ഥലങ്ങളിൽ കാട് കയറി കിടപ്പുണ്ട്. ഇവിടങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ താവളവുമാണ്. ആരോട് ചോദിക്കാൻ, ആരോട് പറയാൻ?